ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാർട്ടീഷൻ വാല്യൂസിനെ കുറിച്ചിട്ടാണ്. ഒരു ഡേറ്റയെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് 3 പാർട്ടീഷൻ വാല്യൂസ് ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ക്വാർട്ടൈൽസ്, രണ്ടാമത്തേതാണ് ഡിസൈൽസ്, മൂന്നാമത്തേതാണ് പെർസെൻറ്റൈൽസ്. ഇതിൽ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വാല്യൂസ് ആണ് ക്വാർട്ടൈൽസ്. ഇനി ഡിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഡേറ്റയെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി പെർസെൻറ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 വാല്യൂസ് ആണ് ആവശ്യം. അപ്പോൾ 3 ക്വാർട്ടൈൽസ് ആണ് നമുക്കുള്ളത്. ആ ക്വാർട്ടൈൽസിനെ Q1, Q2, Q3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതിൽ Q2 എന്ന് പറയുന്നത് മീഡിയനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 9 വാല്യൂസ് ആവശ്യമാണ്. അതുകൊണ്ട് ഡിസൈൽസ് നമുക്ക് 9 എണ്ണമാണ് ഉള്ളത്. അതിനെ D1, D2 എക്സെട്ര D9 ഇങ്ങനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിലെ മിഡിൽ വാല്യൂ ആയിട്ടുള്ള D5 മീഡിയനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 99 വാല്യൂസ് വേണം. അപ്പം ആ പെർസെൻറ്റേജിനെ P1, P2 എക്സെട്ര P99 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിലെ P50 എന്ന് പറയുന്നത് മീഡിയനോട് ഈക്വൽ ആയിരിക്കും. ഈ 3 പാർട്ടീഷൻ വാല്യൂസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ക്വാർട്ടൈൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീഡിയൻ ഡേറ്റനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് വാല്യൂ ഓഫ് n+1/2 ടൈം ആണ് മീഡിയൻ. അപ്പം ക്വാർട്ടൈൽസ് നമുക്ക് 4 ആയിട്ടാണ് ഡേറ്റനെ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഡിനോമിനേറ്റർ എന്തായിരിക്കും വരുന്നത്? 4 ആയിരിക്കും. ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് n+1/4 ഐറ്റം. സെക്കൻഡ് ക്വാർട്ടൈൽ Q2 കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് 2 × n+1/4 ഐറ്റം. ഇനി Q2 മീഡിയനോട് ഈക്വൽ ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് Q2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടും സെയിം ഇക്വേഷനാണ് വരുന്നത്. 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ 2 കിട്ടുന്നതാണ്. ഇനി Q3 എന്ന് പറയുന്നത് അതായത് തേർഡ് ക്വാർട്ടർ കണ്ടുപിടിക്കുന്നത് വാല്യൂ ഓഫ് 3 × n+1/4 ഐറ്റം. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പം അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡേറ്റയിൽ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി Q1 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് n+1/4 ടേം ആണ്. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ളത് 10 ടേംസ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 10 + 1/4 term which is equal to 11/4 term which is equal to 2.75 term. 2.75 നമുക്ക് പൊസിഷൻ ഇവിടെ എണ്ണിയെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടേം പ്ലസ് 0.75 × തേർഡ് മൈനസ് സെക്കൻഡ്. അതായത് 2.75 പൊസിഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് സെക്കൻഡ് ടേം പ്ലസ് 0.75 × തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ഇനി സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഒക്കെ നമുക്ക് ഡേറ്റയ്ക്കകത്ത് നോക്കി എഴുതാം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 12 ആണ് പ്ലസ് 0.75 × തേർഡ് ടൈം 14 മൈനസ് സെക്കൻഡ് ടൈം 12. എന്ത് വരും? 12 + 0.75 × 2 എന്നാണ്. ഇസ് ഈക്വൽ ടു 12 + 1.5 ആഡ് ചെയ്യുമ്പോൾ 13.5 എന്ന് കിട്ടും. അപ്പോൾ Q1ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 13.5 ആണ്. ഇതുപോലെ നമുക്ക് Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. Q3യുടെ ഫോർമുല നോക്കുക. Q3 = വാല്യൂ ഓഫ് 3 × n+1/4 ഐറ്റം അല്ലെങ്കിൽ ടേം. n എന്ന് പറയുന്നത് 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 10 + 1/4 3 × 10+1/4 term which is equal to 3 × 11/4 term which is equal to 3 × 2.75
term, which is equal to 8.25th term. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും? 8th term plus 0.25 into 9th minus 8th. ഇനി 8th term 9th term സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 8th term എന്ന് പറയുന്നത് 32, 9th term 35. അപ്പോൾ എന്ത് വരും? 32 plus 0.25 into 35 minus 32, which is equal to 32 plus 0.25 into 3, which is equal to 32 plus 0.75. ആഡ് ചെയ്യുമ്പോൾ 32.75 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ Q3യുടെ വാല്യൂ. ഇങ്ങനെയാണ് ഒരു അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഡേറ്റയിൽ Q1ഉം Q3യും കണ്ടുപിടിക്കുന്നത്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഇവിടെ Q1ഉം Q3യും നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. Q1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് n+1/4th ടേം ആണ്. അപ്പോൾ ഇത് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യത്തേത് 2, നെക്സ്റ്റ് 2 + 4 6, 6 + 10 16 + 3 19. എന്നിൻ്റെ വാല്യൂ നമുക്ക് 19 എന്ന് കിട്ടി. അപ്പോൾ Q1 കണ്ടുപിടിക്കാനായിട്ട് n+1/4th കണ്ടുപിടിക്കുന്നു. അതായത് 19 + 1/4 which is equal to 20/4. 20/4th പൊസിഷൻ, അതായത് 5th പൊസിഷനിലെ വാല്യൂ ആണ് നമ്മുടെ Q1. അപ്പോൾ 5th പൊസിഷനിലെ വാല്യൂ കണ്ടുപിടിക്കാൻ 5 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന CF നോക്കുക. അപ്പോൾ ഇതിന് നേരെയുള്ള എക്സിൻ്റെ വാല്യൂ ആയിരിക്കും Q1. അതായത് Q1 is equal to 20. 5th പൊസിഷനിലുള്ള വാല്യൂ 20. അപ്പോൾ Q1ൻ്റെ വാല്യൂ 20. ഇതുപോലെ തന്നെ Q3 നമുക്ക് കണ്ടുപിടിക്കാം. Q3യുടെ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? വാല്യൂ ഓഫ് 3 into n+1/4th term. ഇവിടെ ഓൾറെഡി n+1/4ൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 3 into 5th പൊസിഷനാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 15th പൊസിഷൻ. 15th പൊസിഷനിലുള്ള വാല്യൂ. അതിനുവേണ്ടി 15 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന CF നോക്കുക. 16 ആണ്. 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ 30. അപ്പം Q3യുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ആയിരിക്കും. 15th പൊസിഷനിലുള്ള വാല്യൂ 30. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ക്വാർട്ടൈൽസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ Q1ൻ്റെയും Q3യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിച്ച അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണിത്. Q1 കണ്ടുപിടിക്കുന്ന ഫോർമുല നോക്കിയേ. L1 + n/4 - CF/F × L2 - L1. അതായത് n/4th വാല്യൂ ലൈ ചെയ്യുന്ന ക്ലാസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ലോവർ ലിമിറ്റാണ് L1, അപ്പർ ലിമിറ്റാണ് L2, ഫ്രീക്വൻസിയാണ് F. CF എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ 3n/4th പൊസിഷനിലെ വാല്യൂ ലൈ ചെയ്യുന്ന ക്ലാസ് കണ്ടുപിടിക്കുന്നു. ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് L1, അപ്പർ ലിമിറ്റ് L2, ഫ്രീക്വൻസി F. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF. അപ്പോൾ ആ വാല്യൂസ് കണ്ടുപിടിച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Q1ൻ്റെയും Q3യുടെയും വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CFൻ്റെ വാല്യൂ, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. 2, 6, 16, 20. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ Q1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ n/4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 20/4 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 5 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ് CF നോക്കുന്നു. 6 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ Q1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോവർ ലിമിറ്റാണ് L1, അപ്പർ ലിമിറ്റാണ് L2, ഫ്രീക്വൻസിയാണ് F. CF എന്ന് പറയുന്നതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. Q1ൻ്റെ ഇക്വേഷൻ ഇതാണ്. L1 + n/4 - CF/F × L2 - L1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 10 + n/4ൻ്റെ വാല്യൂ 5 മൈനസ് CFൻ്റെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ Fൻ്റെ വാല്യൂ 4 ആണ്.
ഇൻറ്റു L2 മൈനസ് L1 20 മൈനസ് 10 ചെയ്യുമ്പോൾ എന്ത് വരും 10 പ്ലസ് 3/4 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 30/4 which is equal to 10 plus 7.5 എന്ന് കിട്ടും. ആൻസർ 17.5. Q1ൻ്റെ വാല്യൂ 17.5 നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് Q3യും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിനി Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാം. Q3യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 3n/4 വാല്യൂ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് ലൈ ചെയ്യുന്ന ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. അതിന് 3n/4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 3 × 20/4 ഇസ് ഈക്വൽ ടു 60/4 ഈക്വൽ ടു 15 എന്ന് കിട്ടും. അപ്പോൾ 15 ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന CF നോക്കുക 16 ആണ്. ഈ ക്ലാസ്സാണ് നമ്മൾ Q3 കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലോവർ ലിമിറ്റാണ് L1. L1 ഈസ് ഈക്വൽ ടു 20, L2 ഈസ് ഈക്വൽ ടു 30. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ്. എഫ് ഈസ് ഈക്വൽ ടു 10. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF.CFൻ്റെ വാല്യൂ 6. ഇനി നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഇതായിരുന്നു. Q3 ഈസ് ഈക്വൽ ടു L1 പ്ലസ് 3n/4 മൈനസ് CF/F ഇൻറ്റു L2 മൈനസ് L1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 പ്ലസ് 3n/4ൻ്റെ വാല്യൂ 15 മൈനസ് CFൻ്റെ വാല്യൂ 6/Fൻ്റെ വാല്യൂ 10 ഇൻറ്റു L2 മൈനസ് L1 30 മൈനസ് 20. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20 പ്ലസ് 9/10 ഇൻറ്റു 10. 10 10 ക്യാൻസൽ ചെയ്യാം. ഇത് വരും 20 പ്ലസ് 9 29 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ Q3യുടെ വാല്യൂ 29. ഈ രീതിയിലാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയിലും നമ്മൾ ക്വാർട്ടൈൽസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്.